എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏകാദശിയൊക്കെ വരികയാണ്. വൈകുണ്ഠ ഏകാദശി നെല്ലുവായി ക്ഷേത്രത്തിലൊക്കെ പ്രധാനമാണല്ലോ. ഏകാദശി വരികയാണ്. ഇപ്പോൾ നമ്മുടെ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു, തൃപ്രയാർ ഏകാദശി കഴിഞ്ഞു. അടുത്തത് വൈകുണ്ഠ ഏകാദശിയാണ് വരുന്നത്. അതായത് ഈ ഏകാദശിയുടെ പ്രത്യേകത എന്താണ്? വൈകുണ്ഠം പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഈ ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് വൈകുണ്ഠപ്രാപ്തി നേടാം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് വൈകുണ്ഠപ്രാപ്തി നേടുന്നത്? വൈകുണ്ഠം എന്നാൽ എന്താണ്? കുണ്ഠം എന്നാൽ ദുഃഖം എന്നാണല്ലോ അർത്ഥം. അപ്പോൾ വൈകുണ്ഠം എന്നാൽ ദുഃഖമില്ലാത്ത അവസ്ഥ. അതായത് ഇതൊരു പ്രത്യേക സ്ഥലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ഇവിടെ ദുഃഖമില്ലാത്ത നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ. അതായത് നമുക്ക് ഒരു എന്താ പറയുക, ഭക്തിയിൽ ഭഗവാനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരാൾക്കും ദുഃഖം മാറി ഭഗവാൻ വിസ്ഡം നൽകും. അതായത് ആ ജ്ഞാന ബുദ്ധി നൽകി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഒരുപാട് ക്ഷേത്രങ്ങളിൽ, വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി നോറ്റ് തൃപ്രയാറും നെല്ലുവായി ഏകാദശി, അതായത് ഈ വൈകുണ്ഠ ഏകാദശി കൂടെ നോൽക്കുമ്പോഴാണ് ഇത് വ്രതം പൂർത്തിയാവുന്നത് എന്നൊക്കെ ചില പ്രാദേശികമായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അതായത് എല്ലാ ഏകാദശിയും ഒരേപോലെ പ്രധാനമാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നെല്ലുവായി ക്ഷേത്രത്തിൽ ഇത് വളരെ പ്രധാനമാണ്, വൈകുണ്ഠ ഏകാദശി. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുള്ള ദിവസമാണ് വൈകുണ്ഠ ഏകാദശി. അപ്പോൾ ഇത് ഒരു കൺഫ്യൂഷൻ വരുന്നത് ഡിസംബർ 30-നാണോ 31-നാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഡിസംബർ 30-നാണ് തിഥി ആരംഭിക്കുന്നത്. തിഥി ആരംഭിക്കുന്നത് ഡിസംബർ 30 7:50 രാവിലെ 7:50 AM തിഥി ആരംഭിച്ചിട്ട് 31-ാം തീയതി 5 മണിക്ക് രാവിലെ 5 മണി വരെയാണ് ഏകാദശി തിഥിയുള്ളത്. അപ്പോൾ 30-ാം തീയതി ദശമി ചേർന്ന് വരുന്ന ഏകാദശിയാണ്. ഈ ദശമി ചേർന്ന് വരുന്ന ഏകാദശിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഭൂരിപക്ഷ ഏകാദശി. അപ്പോൾ ദശമി സ്പർശമുള്ള ഏകാദശി നമ്മൾ എടുക്കാറില്ല. വൈഷ്ണവ ഭക്തർ ആചരിക്കുന്നത് ആനന്ദപക്ഷ ഏകാദശിയാണ്. അതായത് ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശിയാണ് ആചരിക്കുക. പക്ഷേ ക്ഷേത്രങ്ങളിലെല്ലാം ഡിസംബർ 30-ാം തീയതി തന്നെയാണ് ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. കാരണം മനുഷ്യരെ പോലെയല്ല ദേവന്മാരുടെ ആചരണ രീതികൾ. അവർക്ക് സന്ധ്യയ്ക്ക് ഏകാദശി ഉണ്ടായിരിക്കണം, എങ്കിലേ ക്ഷേത്രങ്ങളിൽ ഇത് ആചരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, പിറ്റേ ദിവസം ദ്വാദശിയാണ്. ഏകാദശി അനുഷ്ഠിച്ച് കഴിഞ്ഞ് ദ്വാദശി പണം സമർപ്പിക്കണം. പിറ്റേ ദിവസം ദ്വാദശി ഉണ്ടായിരിക്കുകയും വേണം. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ഡിസംബർ 30-നാണ് ഇത് ആചരിക്കുന്നത്. പക്ഷേ സാധാരണയായിട്ട് നമുക്ക് ഡിസംബർ 31-നായിരിക്കും ഉത്തമം ആചരിക്കുന്നത്. ഇനി അത് ഓരോരുത്തരുടെ താല്പര്യപ്രകാരമാണ്. കാരണം ഇപ്പം നെല്ലുവായി പ്രദേശങ്ങളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ 30-ാം തീയതി ഈ ഒരു ഏകാദശി അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് 31-ാം തീയതി അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 30-ാം തീയതി ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. ഇനി ആചരണ രീതികളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഗുരുവായൂർ ഏകാദശിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയുണ്ട് എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്നുള്ളത്. അത് കാണാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആചരിക്കുന്നത് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. നമ്മൾ തീർത്ഥം സേവിച്ചുകൊണ്ടാണ് ഏകാദശി ആരംഭിക്കേണ്ടത്. അപ്പോൾ തീർത്ഥം സേവിച്ചുകൊണ്ട് ആരംഭിക്കുകയും വേണം, അവസാനിപ്പിക്കേണ്ടതും തീർത്ഥം സേവിച്ചിട്ടാണ്. തീർത്ഥം എന്നാൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ തുളസി ഇട്ടിട്ട് തീർത്ഥമായിട്ട് സേവിക്കുക. ഇനി ഏകാദശിക്കും ദ്വാദശിക്കും തുളസി പറിക്കരുതെന്ന് പറയും. അതുകൊണ്ട് ദശമി ദിവസം തന്നെ തുളസി പറിച്ച് വെക്കുക. നമ്മൾ 3 ദിവസങ്ങളിലായിട്ടാണ് ആചരിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി, ഈ 3 ദിവസങ്ങളിലും നമ്മുടെ ഭക്ഷണക്രമത്തെ ചിട്ടപ്പെടുത്തേണ്ടതാണ്. നോൺ വെജ് ഒരു കാരണവശാലും കഴിക്കരുത്. അതുപോലെ ഒരു നേരം ദശമി ദിവസം അരിയാഹാരം കഴിക്കുക. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം സാധ്യമായവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പാലോ പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. ഒരു കാരണവശാലും അരി, അതായത് ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇത്തരം സാധനങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഗോതമ്പ് അതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. വിഷ്ണുപ്രസാദം സേവിക്കാമെന്ന് പറയപ്പെടുന്നു. പക്ഷേ ധാന്യങ്ങളിൽ മുരാരി എന്ന അസുരൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മുരാരി എന്ന അസുരനല്ല, മുരാരിയെ വധിച്ചതുകൊണ്ട്, മുരാരി എന്ന് പറയുന്നത് ഭഗവാനാണ് കേട്ടോ. മുരൻ എന്ന അസുരനെ വധിച്ചുകൊണ്ടാണ് ഭഗവാന് മുരാരി എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അസുരൻ്റെ ഒരു സാന്നിധ്യം ധാന്യങ്ങളിൽ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ധാന്യങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ
എല്ലാം ഓരോരുത്തരുടെയും വിശ്വാസപ്രകാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വിശ്വാസപ്രകാരം ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ശാരീരിക അവസ്ഥ കൂടി പരിഗണിക്കണമല്ലോ. അസുഖങ്ങളുള്ളവരാണ്, മരുന്നുകൾ കഴിക്കുന്നവരാണ്, ഗർഭിണികളാണ്, മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഉപവാസം അനുഷ്ഠിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഓരോരുത്തരുടെയും ശരീരസ്ഥിതിയും അവസ്ഥയും അനുസരിച്ച് അവനവന് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം, കപ്പലണ്ടി കഴിക്കാം, അതുപോലെ പിന്നെ കപ്പലണ്ടി കഴിക്കാം, പിന്നെ സാഗോ കഴിക്കാം, ചാമ അരി, അതായത് മില്ലറ്റ്സ് എല്ലാം കഴിക്കാൻ പറ്റില്ല കേട്ടോ. ചാമ അരി കഴിക്കാം. അങ്ങനെ അതുപോലെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം കഴിക്കാം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് സാധിക്കുന്നത് പോലെ അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. പരിപൂർണമായിട്ട് ഉപവസിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ അനുഷ്ഠിക്കുക. ഇനി അതല്ല എന്തെങ്കിലും കുടിക്കാതെയും കഴിക്കാതെയും നിവർത്തിയില്ല എന്നുള്ളവർ അവനവൻ്റെ ഔചിത്യം പോലെ ചെയ്യുക. ഇനി അപ്പോൾ ഭക്ഷണക്രമങ്ങളെല്ലാം ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഇനി ദ്വാദശി ദിവസം ദ്വാദശിയിൽ പാരണ വീടേണ്ടുന്ന സമയമുണ്ട്. ആ സമയത്ത് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ ദ്വാദശി ദിവസം ഒരു കാരണവശാലും നോൺ വെജ് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഏകാദശി വീടിയല്ലോ എന്ന് കരുതി നോൺ വെജ് കഴിക്കാതിരിക്കുക. കാരണം 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഭക്ഷണക്രമം ചിട്ടപ്പെടുത്തി കൊണ്ടുവരികയാണ് അല്ലേ. പെട്ടെന്ന് വന്നിട്ട് നമ്മൾ ഈ കട്ടിയുള്ള തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോൺ വെജ് കഴിയുമെങ്കിൽ പരമാവധി ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു ഏകാദശി ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ധന്വന്തരി ക്ഷേത്രത്തിലൊക്കെ വളരെ പ്രധാനമാണ് ഈ വൈകുണ്ഠ ഏകാദശി എന്ന്. അതായത് നമ്മൾ മുൻവശത്തെ വാതിലിലൂടെ കടന്ന് വടക്ക് ഭാഗത്തുള്ള വാതിലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിയാൽ വൈകുണ്ഠത്തിലൂടെ പ്രവേശിച്ച് പുറത്തിറങ്ങി എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു രീതി നമ്മുടെ ശ്രീരംഗത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെല്ലാം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വൈകുണ്ഠം പൂകി എന്നാണ് നമ്മുടെ ഒരു ആചാരപ്രകാരം അല്ലെങ്കിൽ വിശ്വാസപ്രകാരം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. ഹരിവാസരം എന്നാൽ അറിയാലോ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന സമയമാണ് ഹരിവാസര സമയം. ഈ ഹരിവാസരം ആരംഭിക്കുന്നത് ഡിസംബർ 30-ാം തീയതി 10:12 AM ആണ്. രാവിലെ 10:12 മുതൽ പിറ്റേ ദിവസം ഡിസംബർ 31-ാം തീയതി 10:12 ഒരു ദിവസം, അതായത് 12 മണിക്കൂറാണ് ഹരിവാസര സമയം. കഴിവതും ഹരിവാസര സമയത്ത് നാമജപങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. കഴിയാവുന്നത്ര നാമങ്ങൾ ജപിക്കുക. ഓം നമോ നാരായണായ അറിയാവുന്നവർക്ക് അത് ജപിക്കാം. അതല്ല ഓം നമോ ഭഗവതേ വാസുദേവായ അതാണെങ്കിൽ അങ്ങനെ ജപിക്കാം. ഇനി വിഷ്ണു സഹസ്രനാമം ജപിക്കാം. നമുക്ക് ഏതാണോ താല്പര്യം, ഇനി നാരായണ എന്ന് ജപിക്കാനാണോ താല്പര്യം അത് ചെയ്തോളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട നാമങ്ങൾ കഴിവതും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനോ എഴുതാനോ ശ്രമിക്കുക. അതുപോലെ ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് പാരണ സമയമാണ്. പാരണ വീടിയിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്, വ്രതം അവസാനിപ്പിക്കേണ്ടത്. 30-ാം തീയതിയാണ് വ്രതം എടുക്കുന്നവർ ആണെങ്കിൽ 31-ാം തീയതിയാണ് പാരണ വീടേണ്ടത്. അതായത് 31-ാം തീയതി ഉച്ചയ്ക്ക് 1:31 മുതൽ 3:48 വരെയാണ് സമയം. പാരണ വീടേണ്ട സമയം ഉച്ചയ്ക്കാണ് കേട്ടോ വരുന്നത്. ഇനി 31-ാം തീയതിയാണ് വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ജാനുവരി 1-ന് 7:14 മുതൽ 9:18 വരെയുള്ള സമയത്തിനിടയിൽ, അല്ലെങ്കിൽ അത് പലതരത്തിലും പറയുന്നുണ്ട്. 6:43-നും 9:01-നും ഇടയിലുള്ള സമയം അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഉചിതമായത് എന്താണ്? ഒരു 7:15-നും 9 മണിക്കും ഇടയിലുള്ള സമയത്ത് പാരണ വീടുക. ഇനി വിദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ദൃക്പഞ്ചാംഗം നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ ഭാഗത്ത് പാരണ സമയം എപ്പോഴാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ദൃക്പഞ്ചാംഗം നോക്കിക്കൊണ്ട് പാരണ വീടുക. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അന്നത്തെ ദിവസം നമുക്കറിയാലോ, എണ്ണ തേച്ച് കുളി പാടില്ല, പിന്നെ മുടി വെട്ടരുത്, ക്ഷൗരം ചെയ്യരുത്. ഏകാദശിയിൽ പരിപൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെയെല്ലാം ഈ ഒരു ആചരണയിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാകുകയാണ് ചെയ്യുന്നത്. മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് ഭഗവാനെ പ്രാപ്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് കഴിവതും എല്ലാവരും ഏകാദശി എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, കുട്ടികൾക്ക് സാധിക്കുമെങ്കിൽ, ചെറിയ കൊച്ചുകുട്ടികളല്ല കേട്ടോ, കുറച്ചൊരു 12 വയസ്സ് മുതലുള്ളവർക്കൊക്കെ എടുക്കാമല്ലോ. 65 വയസ്സ് വരെ
പ്രായമുള്ളവർക്ക് എടുക്കാമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുക. ഇത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരുപാട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ ഗുരുവായൂർ ഏകാദശിയുടെ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് അറിയാം ഏകാദശി എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും, നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിയുന്നവർ ഏകാദശിയുടെ പരിപൂർണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഏകാദശിയുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അതായത് മുരൻ എന്ന അസുരനെ വധിച്ചത് ആരാണ്? ഏകാദശിയാണ്. ഏകാദശി ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഏകാദശി ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് തന്നെ ഭഗവാൻ അതീവ സന്തുഷ്ടനായി. കാരണം ഈ മുരൻ എന്ന അസുരനെ വധിച്ചത് ഏകാദശിയാണ്. അപ്പോൾ ഭഗവാൻ ഏകാദശിയോട് ചോദിക്കുകയാണ്, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ ഏകാദശി പറയാണ്, ഇന്നേ ദിവസം ആരൊക്കെയാണോ ഈ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഉപവസിക്കുന്നത്, വ്രതമനുഷ്ഠിക്കുന്നത്, അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണം എന്നുള്ളതാണ് ഏകാദശി ചോദിക്കുന്ന വരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം നമ്മൾ നിഷ്ഠയോടുകൂടി വ്രതം ആചരിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മോക്ഷപ്രാപ്തി നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ആ ഒരു മോക്ഷപ്രാപ്തിയിലേക്കുള്ള അടുത്ത ഘട്ടമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. കഴിവതും എല്ലാവരും വൈകുണ്ഠ ഏകാദശിയെ എടുക്കാൻ ശ്രമിക്കുക. 31-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ ഏകാദശി എടുക്കേണ്ടത്. ഇനി അതിന് സാധിക്കാത്തവർ 30-ാം തീയതി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഏതാണോ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യുക. അപ്പോൾ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.